കവിയൂർ പൊന്നമ്മ സ്വന്തം മകളെപ്പോലെ നോക്കിയ അനിയത്തിയുടെ മകൾ നിധി അവസാനമായി ഒരു നോക്ക് കാണാൻ ഓടിയെത്തിയപ്പോൾ കവിയൂർ പൊന്നമ്മയ്ക്കരികിൽ ഹൃദയം പൊട്ടിക്കരഞ്ഞ് അനിയത്തിയുടെ മകൾ നിധി. അമ്മ തന്നെ സ്നേഹിച്ചിട്ടില്ലെന്നും കുട്ടിക്കാലത്ത് അമ്മയുടെ വാത്സല്യം തനിക്ക് കിട്ടിയില്ലെന്നും പരാതി പറഞ്ഞ മകൾ ബിന്ദു പൊന്നമ്മയുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോയപ്പോൾ അനിയത്തി രേണുകയുടെ മരണശേഷം അവളുടെ മകൾ നിധിയെ ചേർത്തു പിടിച്ചു വളർത്തുകയായിരുന്നു കവിയൂർ പൊന്നമ്മ. അമ്മയുടെ മരണം തന്നെ തളർത്തിയപ്പോൾ തന്നെ കൂടെ നിർത്തി ചേർത്തു പിടിച്ചതും തനിക്ക് ആശ്വാസമേകിയതും വല്യമ്മയാണ്. തനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് വഴികാട്ടിയായത്. അമ്മയെ നഷ്ടപ്പെട്ട വേദന താൻ മറന്നത് വല്യമ്മയുടെ സ്നേഹത്തിലൂടെയാണ്. സ്നേഹനിധിയായ വല്യമ്മയും നഷ്ടപ്പെട്ടിരിക്കുന്നു. നിധി സങ്കടം താങ്ങാനാവാതെ പൊട്ടിക്കരയുകയായിരുന്നു. നിധിക്കൊപ്പം താങ്ങായി ഭർത്താവും 2 കുട്ടികളും ഉണ്ടായിരുന്നു. ആ കുട്ടികളും കൂടി ചേർന്നാണ് കവിയൂർ പൊന്നമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. ഒത്തിരി സ്നേഹം തനിക്ക് നൽകിയ വല്യമ്മയാണിപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. നിധിയുടെ കരച്ചിൽ കണ്ടു നിന്നവരെല്ലാം കണ്ണീരിലാഴ്ത്തി. നിധിയെ ആശ്വസിപ്പിക്കാനാകാതെ ഉറ്റവരും ബന്ധുക്കളും കൂടെ നിന്നവരും ബന്ധുക്കളും. മലയാളികളുടെ പ്രിയ നടി കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. മാതൃത്വത്തിൻ്റെ പ്രതിരൂപമായി എപ്പോഴും ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടത് കവിയൂർ പൊന്നമ്മയെയാണ്. നിരവധി സിനിമകളിൽ അമ്മ വേഷങ്ങൾ കവിയൂർ പൊന്നമ്മ ചെയ്തു. KPSCയുടെ നാടകങ്ങളിൽ അഭിനയിച്ച് അഭിനയ രംഗത്ത് തുടക്കം കുറിച്ച കവിയൂർ പൊന്നമ്മ 400-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മയുടെ അനുജത്തി അന്തരിച്ച കവിയൂർ രേണുകയും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കവിയൂർ രേണുകയുടെ മരണത്തെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലാകുന്നത്. ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല, എല്ലാ ചെക്കപ്പും നടത്തി, ഇനി ചെയ്യാനൊന്നുമില്ല, അസുഖമൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരി ആഹാരം കഴിക്കില്ലായിരുന്നു. 4 മാസമൊക്കെ ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ട്. എന്തിനാണ് എന്നെനിക്കറിയില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. മരണസമയത്ത് ഞാൻ വടക്കുന്നാഥൻ്റെ ഷൂട്ടിംഗ് ഋഷികേശിയിലായിരുന്നു. നിൻ്റെ തലേ ദിവസം അവളെ കണ്ട് കുറേ ചീത്ത വിളിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ അത് ആലോചിച്ചിട്ടായിരുന്നു വിഷമം. അവളത് പറഞ്ഞ് കരഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. ചേച്ചി എന്നെ വഴക്കു പറഞ്ഞു, എൻ്റെ അടുത്തിരുന്നില്ല. ടെൻഷനായത് കാരണം എന്താ ഇങ്ങനെ കാണിക്കുന്നത്, കൊച്ചിനെ നോക്കണ്ടേ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. കവിയൂർ പൊന്നമ്മ അന്ന് പറഞ്ഞു.